ചാലക്കുടി കൊരട്ടയിലാണ് മുരിങ്ങൂർ സ്വദേശി ഷീജയെ ഭർത്താവ് ബിനു വെട്ടിക്കൊലപ്പെടുത്തിയത്. കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം. ബിനു ഷീജയെ ആക്രമിക്കുന്നത് കണ്ടു തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇവരുടെ 2 മക്കൾക്കും വെട്ടേറ്റു. വെട്ടേറ്റ ഇരുവരും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന് സമീപത്തേക്ക് ഓടിയെത്തിയപ്പോഴാണ് സമീപവാസികൾ സംഭവം അറിയുന്നത്. ഇവിടെ ഇവരുടെ ഒരു കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഇന്ന് രാവിലെ 5:30 കുട്ടികൾ രണ്ടുപേരും കുട്ടികളെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഓടി അമ്പലത്തിൽ ചെന്നപ്പോഴാണ് അവിടെ അടുത്തുള്ളവരൊക്കെ ഈ സംഭവം അറിഞ്ഞത്. അവരപ്പോൾ തന്നെ കുട്ടികളെ രണ്ടുപേരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഷീജ മരിച്ചിരുന്നു വെട്ടിയിട്ട്. കുട്ടികളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ മൂത്ത കുട്ടീനെ സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടുന്ന് ഇപ്പോൾ അപ്പോളയിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. മൂത്ത കുട്ടിക്ക് ഇത്തിരി സീരിയസ് ആണ്. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയില്ല. സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ട് ഇവർക്ക്. കുറച്ച് നാളുകളായിട്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഷീജയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി. കൃത്യത്തിന് ശേഷം ബിനുവിനെ കൊരട്ടി സിഗ്നൽ ജംഗ്ഷന് സമീപത്തെ റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സീ മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.